ഹായ് എവ്രി വൺ, വെൽക്കം ടു സയാംസർ വെൽനെസ്. നമുക്കിന്ന് നമ്മുടെ സ്കിന്നിന് ടയേർഡ് ലുക്ക് വന്നാൽ, നമ്മളിപ്പോൾ വെയിലെല്ലാം കൊണ്ട് അല്ലെങ്കിൽ നന്നായിട്ട് നമ്മൾ കമ്പ്യൂട്ടർ വർക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ടയേർഡ് ആവും സ്കിൻ. ഇപ്പോൾ ഒരു ഡൾനെസ് വരും, സ്കിന്നെല്ലാം ഡ്രൈ ആയപ്പോൾ ഒരുപാട് നേരം വർക്ക് ചെയ്താൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരാം. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾ പെട്ടെന്ന് സ്കിന്നിനെ റെജുവനേറ്റ് ചെയ്യാമെന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പാക്കാണ്. അത് നമ്മൾ ഉണ്ടാക്കേണ്ടത് 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ്. പിന്നെ രണ്ടാമത് നമ്മൾ ബനാന, അരച്ചെടുത്ത ബനാന ഇതുമായിട്ട് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് ഹണി കൂടെ മിക്സ് ചെയ്യാം. ഈ മിക്സ്ചർ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടത് ഒരു 15 മിനിറ്റ് വരെയാണ്. അതിനുശേഷം അത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സ്വീറ്റ് ആൽമണ്ട് ഓയിലിൻ്റെയും അതുപോലെ തന്നെ ബനാനയുടെ ഹണിയുടെ എല്ലാ ഗുണങ്ങൾ കിട്ടും. നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും, ഇൻറ്റൻസ്ലി മോയ്സ്ചറൈസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇവയെല്ലാം. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്നൊരു ഗ്ലോ കിട്ടണത് ഇത് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് നമ്മൾക്ക് എന്തെല്ലാം ഗുണങ്ങൾ തരും എന്ന് വെച്ചാൽ, നമ്മൾക്ക് ഡാർക്ക് സർക്കിൾസ് അതുപോലെ തന്നെ ഡൾനെസ് ഇതെല്ലാം മാറ്റിയിട്ട് ഒരു ഫ്രഷ് ലുക്ക് തരും. ഒരു വലിയ പിഗ്മെൻറ്റേഷൻ ഒന്നും ഇതുകൊണ്ട് മാറില്ല. പക്ഷെ നമ്മളിത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു റിഫ്രഷ്ഡ് ലുക്ക് കിട്ടണമെങ്കിൽ ഇത് ചെയ്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, മുഖക്കുരു ഉള്ളവരൊന്നും ഇത് ചെയ്യരുത്. കാരണം ഈ ബനാന എല്ലാം അവിടെ ക്ലോഗ് ആയി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, പോർസ് ക്ലോഗ് ആകും, അത് ഇൻഫ്ലമേഷൻ വഷളാക്കും. അല്ലാതെ നോർമൽ സ്കിന്നിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം. സ്കിന്നിൽ അങ്ങനെ ഒരു ബ്രീച്ച് ഒന്നും, അതായത് അതിൽ മുറിവുകളോ കാര്യമൊന്നും ഇല്ലെങ്കിൽ, നമുക്ക് മുഖക്കുരു ഇൻഫ്ലമേഷൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. സ്കിന്നിൽ ഇത് മോയ്സ്ചറൈസിങ് ഇഫക്റ്റ് ഉള്ള ഒന്നാണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ആ ഡൾനെസ് എല്ലാം പെട്ടെന്ന് മാറിക്കിട്ടും. നമ്മൾ തൈര് തേക്കുകയാണെങ്കിൽ, ഇത് തൈരും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ, ടാൻ എല്ലാം മാറിക്കിട്ടും. അപ്പോൾ നമുക്ക് തൈര് അല്ലാതെ യൂസ് ചെയ്യാം, പക്ഷെ അതിനുശേഷം ഇത് വേണേൽ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രധാന പ്രോപ്പർട്ടി മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളതും നറിഷ് ചെയ്യുക എന്നുള്ളതുമാണ്. ബനാന അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉള്ള ഒരു വസ്തുവാണ്. നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത ബനാന, അതുപോലെ തന്നെ തക്കാളി, ഇതിൽ തക്കാളി ഇൻഗ്രീഡിയൻ്റ് അല്ല എങ്കിൽ കൂടെയും ഈ 2 സാധനങ്ങളും നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പം നമുക്ക് പെട്ടെന്ന് സ്കിൻ ഫ്രഷ് ആയ പോലെ തോന്നും. അപ്പോൾ ഈ ഒരു പാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. ബനാന, ഹണി, അതുപോലെ തന്നെ ഇതിലേക്ക് സ്വീറ്റ് ആൽമണ്ട് ഓയിലും കൂടെ ചേർക്കണം. ആദ്യം അരച്ചെടുത്ത ബനാനയിലാണ് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ മിക്സ് ചെയ്യേണ്ടത്. അതിനുശേഷം ഹണി മിക്സ് ചെയ്യുക. എന്നിട്ട് 15 മിനിറ്റ് വെക്കുക. അതിനുശേഷം കഴുകി കളയുക. അത് ഒരുപാട് ഡ്രൈ ആവാൻ നിൽക്കരുത്, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ട്രൈ ചെയ്ത് നോക്കൂ.